UDF-ന്റെ കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ സമീപകാലത്തൊന്നും കാണാത്ത അത്രയും വലിയൊരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു. അതിനകത്ത് വലിയ തമ്മിലടി. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവൊക്കെ ആയ രമേശ് ചെന്നിത്തല പാലക്കാട് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതുപോലും പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ബഹളമുണ്ടാക്കുകയും അദ്ദേഹത്തെ അപമാനിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ലൈവായി തത്സമയം TV-യിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ വൽക്കരണമാണ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസ് മഹാത്മാഗാന്ധി നയിച്ച ഒരു പാർട്ടിയുടെ തുടർച്ചയായിട്ടാണ് പറയുക. പക്ഷേ അതിൻ്റെ മുഖം മുഴുവൻ വളരെ വളരെ വികൃതമായി ജീർണമായിരിക്കുകയാണ്. കാരണം അതിജീവിതക്കെതിരായി ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമണമാണ് അവർ നടത്തിയത്. അത് ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ടീം ഉൾപ്പെടെ നടത്തിയ കടന്നാക്രമണമാണ്. ആ കടന്നാക്രമണം യഥാർത്ഥത്തിൽ അതിജീവിതക്ക് എതിരായിട്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ട് നീങ്ങുന്നു എന്ന് കാണുന്ന കോൺഗ്രസിൻ്റെ അകത്തെ നേതാക്കന്മാരെയും അവർ കടന്നാക്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഉണ്ണിത്താൻ, ഇവരെല്ലാം അങ്ങനെയാണ്. അവർ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെപ്പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ മുഴുവൻ കാര്യം ഞാൻ പരസ്യമായി പുറത്തു പറയുമെന്നാണ് നമ്മുടെ MP വളരെ വ്യക്തതയോടുകൂടി പരസ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത്, ഞാൻ മുഴുവൻ പറയും. അതേപോലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ് ഒരുപാട് പരാതി അതിനു മുമ്പേ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഒരു പരാതിയും ഇല്ലാതെയാണ് രാഹുൽ മാക്കൂട്ടത്തിന് നേരെ ഞങ്ങൾ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത് എന്നാണ്. അവരുടെ കയ്യിൽ അപ്പോൾ ഒരു 5-8 പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ പരാതി എല്ലാവരും മൂടി വെക്കുകയായിരുന്നു. തെളിവുകൾ വന്നപ്പോഴാണ് ഗത്യന്തരില്ലാതെ അവർക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്നത്. ലോകത്തോട് വിളിച്ചു പറയുന്ന, ഇപ്പം നമ്മൾ അതിജീവിത എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ പരസ്യമായിട്ട് ജനങ്ങൾക്ക് കേൾക്കത്തക്ക രീതിയിലാണ് വിശദീകരിച്ചത്. ആ വിശദീകരണം തെളിവായിട്ട് വന്നപ്പോൾ പിന്നെ കോൺഗ്രസിനൊന്നും ഒരു കാര്യത്തിലും മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പോഴാണ് സസ്പെൻഷനിലേക്ക് പോകേണ്ടി വന്നത്. ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ്, കൽത്തുറുങ്കിലാകും എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് അവർ രാഹുൽ മാക്കൂട്ടത്തെ പുറത്താക്കാൻ തീരുമാനിച്ചത്. ഷാഫി പറമ്പിൽ ഇപ്പോഴും പറയുന്ന അത്തരം ഒരു ഗൗരവമുള്ള പരാതികളൊന്നും തൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ തന്നെ സാംസ്കാരിക പ്രവർത്തക കഴിഞ്ഞ ദിവസം ഷഹനാസൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ നേരത്തെ തന്നെ ഷാഫിയോട് പറഞ്ഞതാണ്. ഷഹനാസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഇപ്പോൾ അവരെല്ലാറ്റിൽ നിന്ന് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. ആരാണോ ഇവർക്കെതിരായിട്ട് വിമർശനം നടത്തുന്നത്, അതാണ് ക്രിമിനലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ആരാണോ ഇവർക്കെതിരായിട്ട് വിമർശിക്കുന്നത് അവരില്ല, അവർ നേതൃത്വ സ്ഥാനത്തില്ല, അവർ ആരായാലും അവരെ ഒഴിവാക്കുക എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജീർണമായ ഒരു അവസ്ഥയാണ്. ചില നേതാക്കന്മാർ പറഞ്ഞത് രാഹുൽ മാക്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാണെന്നാണ്. വലിയ നേട്ടമാണ് എന്നാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ നേതാക്കൾ ചിലരുടെ പോസ്റ്റാണ് നമ്മൾ കണ്ടത്. ഇതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായൊരവസ്ഥയാണ്. ഇതുപോലെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയ ക്രൂരതയാണ് പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഗം 10-18 എണ്ണാണ് വന്ന് നിൽക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് വരും. അതിനെ പ്രതിരോധിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു അതിജീവിതയും പരാതിയായിട്ട് രംഗത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നവരെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അതൊരു മുന്നൊരുക്കായിരുന്നു. ഒരു കൃത്യമായ പ്ലാൻ ചെയ്ത ആസൂത്രിതമായ ഗൂഢാലോചനയായിരുന്നു ആ സ്ത്രീയെ പരസ്യമായിട്ട് അപമാനിക്കുക എന്നുള്ളത്. ഇനി ആരും പരാതിയായിട്ട് വരാൻ പാടില്ല. പക്ഷേ പരാതിയായിട്ട് വീണ്ടും വന്നു. ഇപ്പോൾ 2 കേസായി. ഷാഫീൻ്റെ മുമ്പിൽ പറഞ്ഞ പരാതിയാണ് നേരത്തെ പറഞ്ഞത്. ഇനിയും കേസ് വരും. ഞങ്ങൾക്കതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ നല്ലതുപോലെ കേരളത്തിലെ ഈ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിജീവിതമാർ ഇനിയും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ.